മാവേലി ഇല്ലാത്ത ഒരു ഓണത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാനേ കഴിയില്ല. പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ 4 വർഷമായി മാവേലി വേഷത്തിലെത്തുന്ന ഒരാളുണ്ട്. അങ്ങാടിക്കൽ സ്വദേശി രതീഷ്. ജില്ലയിലെ ഓണാഘോഷ പരിപാടികളുടെ അവിഭാജ്യ ഘടകമാണ് ഇപ്പോൾ രതീഷ്. ഓണാഘോഷങ്ങളിൽ ഒഴിച്ചുകൂടാനാവത്താണ് മാവേലി വേഷധാരി. ഈ മാവേലി വേഷധാരിക്ക് പ്രത്യേകതയുണ്ട്. പത്തനംതിട്ട അങ്ങാടിക്കൽ സ്വദേശിയായിട്ടുള്ള രതീഷാണ്. മുൻ സൈനികനായിരുന്നു. ഇപ്പോൾ പട്ടാളത്തിൽ നിന്നും വിരമിച്ച ശേഷം കോന്നി മെഡിക്കൽ കോളേജിൽ സെക്യൂരിറ്റിയായി ജോലി ചെയ്യുന്നു. കഴിഞ്ഞ 4 വർഷമായി മാവേലിയായി വേഷമണിഞ്ഞ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലൊക്കെ പോകും. അപ്പോൾ നമുക്ക് രതീഷിന്റെ വിശേഷങ്ങളിലേക്ക്. രതീഷ്, മാവേലി നമസ്കാരം. നമസ്കാരം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എങ്ങനെയാണ് ഈ മാവേലിയിലേക്ക് എത്തിയത്? ഞാൻ പട്ടാളത്തിൽ നിന്ന് റിട്ടയർഡ് ആയിട്ട് വന്നപ്പോൾ നമ്മുടെ ക്ലബിലെ അവരെന്ന് പറഞ്ഞിരുന്ന ഒരു മാവേലി ഈ പ്രാവശ്യം ആവുമെന്ന് ഇങ്ങനെ ഒരു 4 വർഷം മുമ്പ് തിരക്കിയായിരുന്നു. അങ്ങാടിക്കൽ നവകേരള സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബാണ്. അപ്പോൾ അന്ന് മാവേലി ആയപ്പം ഒരു നല്ല ഒരു ഇത് തോന്നി. അപ്പോൾ പിന്നെ അത് കണ്ടിന്യൂ ആക്കി. ഇപ്പൊ സ്ഥിരമായിട്ട് എല്ലാ വർഷങ്ങളിലും ഞാൻ തന്നെയാണ് ക്ലബിന്റെ മാവേലി. ഈ കോസ്റ്റ്യൂം ഒക്കെ എങ്ങനെയൊക്കെയാണ്? ബാക്കി എന്തൊക്കെ? ഇത് ആനന്ദപ്പള്ളിയിൽ ഒരു മേക്കപ്പ് മാസ്റ്റർ ഉണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് പോയാണ് മേക്കപ്പും എല്ലാം അവിടെ തന്നെ, ഡ്രസ്സും എല്ലാം അവിടെ തന്നെയാണ് കാര്യങ്ങളെല്ലാം റെഡിയാക്കുന്നത്. ഇത് വാടകയ്ക്കാണോ അതോ സ്വന്തം? വാടകയ്ക്കാണ്. മുഖത്ത് മീശ ഒറിജിനലാണ്. ഇതൊരു 3 മാസം കഷ്ടപ്പെടണം ഇങ്ങനെ മീശ ആക്കണമെങ്കിൽ. ഈ ഓണത്തിന്റെ സീസൺ അടുക്കുമ്പോൾ ഒരു 3 മാസത്തേക്ക് ഈ മീശ റെഡിയാക്കും. ഓണം ഒരു സന്തോഷത്തിന്റെ ദിനമാണല്ലോ. അപ്പം എന്നെ കൊണ്ട് കഴിയുന്ന ഇതാണ് മാവേലിയായിട്ടൊന്ന് ഇറങ്ങും. അങ്ങനെ ചെല്ലുമ്പോൾ ആൾക്കാർക്ക് ഒരു സന്തോഷം ഉണ്ടാവുന്നു. ഇപ്പൊ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായ ഒരു സമയത്ത് എല്ലാവർക്കും ഒരു സന്തോഷമാണ് ഞാനും ആഗ്രഹിക്കുന്നത്. സൈനികൻ എന്താണ് മാവേലിയായിട്ട് എത്തുമ്പോഴുള്ള ഒരു സന്തോഷം കൂടി? നല്ല സന്തോഷമുണ്ട്. എല്ലാവരുടെയും അടുത്ത് കാണാൻ കഴിയുക എന്നുള്ളത്. അല്ല, ഇപ്പം ഞാനിത് ഈ മാവേലി ആയില്ല എങ്കിൽ എനിക്ക് നമ്മുടെ നാട്ടിലുള്ള 1-2 പേരെ മാത്രമേ കാണാൻ കഴിയുള്ളൂ. മാവേലി ആയി കഴിഞ്ഞ് എനിക്ക് എല്ലാവരുമായിട്ടും നല്ലതായിട്ട് സംസാരിക്കാൻ കഴിയുന്നുണ്ട്. അവർക്കൊരു സന്തോഷമാണ് നമ്മളെ കാണുമ്പോൾ. അങ്ങനെ ജില്ലയിലെ പ്രളയത്തിന്റെ കെടുതിയൊക്കെ ഉണ്ടെങ്കിലും മാവേലിയൊക്കെ എത്തിയോടുകൂടി ഇവിടെ പത്തനംതിട്ട ജില്ലയിലും ഓണാഘോഷം സമൃദ്ധമായിരിക്കുകയാണ്. ക്യാമറമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.